പീഡനക്കേസിൽ നടൻ സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. പീഡനം നടന്നുവെന്ന് ആരോപിച്ച ദിവസം സിദ്ദിഖും നടിയും മാസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ രജിസ്റ്ററിൽ കണ്ടെത്തിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം കാണാം. ഇപ്പോൾ തെളിവുകളൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഈ രജിസ്റ്റർ കിട്ടിയ സന്ദർശക രജിസ്റ്റർ കഴിഞ്ഞോ? പൂർത്തിയായോ? ഏതാണ്ട് കഴിഞ്ഞോ? ഒന്നും പറയാതെ അന്വേഷണ സംഘം മടങ്ങിയിരിക്കുന്നു. പക്ഷേ രജിസ്റ്ററിൽ സിദ്ദിഖ് താമസിച്ച ദിവസം ആ പേര് രേഖപ്പെടുത്തിയതിന്റെ തെളിവ് ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. യുവനടിയുടെ പേര് സന്ദർശക ഡയറിയിൽ നിന്ന് ലഭിച്ചു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. 2016 തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം സിനിമാ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് സിദ്ദിഖ് മുറിയിലേക്ക് വിളിച്ചു എന്നും പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി. ഇക്കാര്യം തന്റെ മാതാപിതാക്കളോട് നടി പറഞ്ഞിരുന്നു. കേസിൽ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. മാതാപിതാക്കളുടെ മൊഴിയും SIT ശേഖരിക്കും. TV പ്രസാദ് മാസ്കോട്ട് ഹോട്ടലിൽ തുടരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ അന്വേഷണ സംഘം മുഴുവൻ അന്വേഷണ സംഘം അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറില്ല. പക്ഷേ എന്തൊക്കെ തെളിവുകൾ അവിടെ നിന്ന് ശേഖരിച്ചു എന്നാണ് അറിയാനാകുന്ന പ്രസാദ്? അശ്മതി, അന്വേഷണ സംഘം പൂർണ്ണമായി ഇവിടുന്ന് മടങ്ങിക്കഴിഞ്ഞു. പ്രാഥമികമായ പരിശോധനയാണ് ഇവിടെ നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ തുമ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, സിദ്ദിഖ് ആ യുവനടി പറഞ്ഞ ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അത് താമസിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലെ താമസ രജിസ്റ്റർ പോലീസിന് കിട്ടി. അത് പോലീസിന് കൈമാറുകയും ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നാരോപിച്ച ദിവസം യുവനടി മസ്കറ്റ് ഹോട്ടലിൽ വന്നിരുന്നോ എന്നുള്ളത്. മസ്കറ്റ് ഹോട്ടലിലെ സന്ദർശക ഡയറിയിൽ യുവനടിയുടെ പേരും ഒപ്പും അതടങ്ങിയ രജിസ്റ്റർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 2 വിവരങ്ങളാണ്, 2 നിർണായകമായ തെളിവുകളാണ് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം പൂർണ്ണമായി മടങ്ങിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ ആദ്യം എത്തുന്ന സമയത്ത് കണ്ടോൺമെൻറ്റ് ACP സ്റ്റുവർട്ട് കില്ലറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മടങ്ങിപ്പോകുന്നത് കണ്ടത്. അതേസമയം തന്നെ ഇന്നലെ യുവനടിയുടെ മൊഴിയെടുത്ത കണ്ടോൺമെൻറ്റിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വനിതാ SI അവർ അകത്ത് തുടരുന്നുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും അവസാനം നമ്മളോട് പ്രതികരിക്കാതെ പോയത്. വനിതാ SIയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ പെൺകുട്ടിയുടെ മൊഴിയെടുത്തതും. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അതാത് പോലീസ് സ്റ്റേഷനിലെ വനിതാ SIമാരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കലും നടപടിയും. പിന്നീട് അതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യുന്നത്. ആ വനിതാ SIയുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ പരിശോധന അവസാനം വരെ തുടർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോൺമെൻറ്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇവിടെ ഉണ്ടായിരുന്നു. മറ്റ് ഇൻസ്പെക്ടർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 2 തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയ ഈ കേസിൽ ഏറ്റവും നിർണായകം, ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നോ സിദ്ദിഖ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടുമോ എന്നുള്ളതാണ്. 2016 നടന്ന സംഭവമായതുകൊണ്ട് തന്നെ CDR കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം സർവീസ് പ്രൊവൈഡേഴ്സ് 2 വർഷത്തെ ആ ടെലിഫോൺ രേഖകൾ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ. അങ്ങനെ ടെലിഫോൺ റെക്കോർഡുകൾ കിട്ടുന്ന ഒരു കേസായിരുന്നുവെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ വിളിച്ച വിവരങ്ങൾ, ഇങ്ങോട്ടേക്ക് വന്ന വിവരങ്ങൾ, മെസ്സേജിൻ്റെ വിവരങ്ങളെല്ലാം ആ CDRൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യതയില്ല 2 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് CCTV ആണ്. 2016 സംഭവമായതുകൊണ്ട് തന്നെ മസ്കറ്റ് ഹോട്ടലിൽ ആ സമയത്ത് പരമാവധി 3 മാസം വരെ CCTV ശേഖരിച്ച് വയ്ക്കാൻ കഴിയുന്ന കപ്പാസിറ്റി മാത്രമേ ഇവിടുത്തെ മെമ്മറിക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകൾ, ഒന്ന് CDRും അതുപോലെ തന്നെ CCTVയും, ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ എവിഡൻസിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് യുവനടി വിളിക്കുന്ന സമയത്ത് ആ കോൾ റെക്കോർഡ് ചെയ്തിരുന്നോ, ആ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച ഫോൺ കയ്യിലുണ്ടോ, ആ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുമോ? അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റിയാൽ സിദ്ദിഖ് ഏതെങ്കിലും രീതിയിലുള്ള വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പ് വഴിയോ മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയാണ് അടുത്തത്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രാഥമിക വെല്ലുവിളി ഈ പറയുന്ന ദിവസം സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നോ എന്നുള്ളതായിരുന്നു. അത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദിവസം യുവനടി ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ എന്നുള്ളതാണ്, അതും സ്ഥിരീകരിക്കാൻ പറ്റി. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ധൈര്യമായി മുന്നോട്ട് പോകാം. പക്ഷേ കടമ്പകളേറെയാണ്. പക്ഷേ ഇതിനകത്തേക്ക് 2 സാക്ഷിമൊഴികളെ കൊണ്ടുവരാൻ പോലീസിന് കഴിയും. അതിലൊന്ന് യുവനടിയുടെ അച്ഛനാണ്, 2 യുവനടിയുടെ അമ്മയാണ്. ഇനി അങ്ങോട്ടേക്ക് തെളിവ് ശേഖരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടമാണുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല.
8 വർഷം പഴക്കമുള്ള കേസാണ്. ഏതായാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ കേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മസ്കറ്റ് ഹോട്ടലിൽ ഏതാണ്ട് 3 മണിക്കൂറായി തുടർന്ന പരിശോധന പൂർണ്ണമായി അവസാനിപ്പിച്ച് പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. സ്മൃതി, ശരി, അന്വേഷണ സംഘം മടങ്ങിയിരിക്കുന്നു. റിനു ശ്രീധർ കൂടിയുണ്ട്. റിനുവിന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? അന്വേഷണ സംഘം ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതിന്മേലുള്ള പ്രധാനപ്പെട്ട 2 തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടിയുടെ രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്താൻ പോകുന്നു. നടിയുടെ മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നു. ഇപ്പോൾ നിലവിൽ 2 തെളിവുകൾ സിദ്ദിഖിനെതിരെ എന്ന് മനസ്സിലാക്കണ്ടേ? തീർച്ചയായും സ്മൃതി, അതായത് പോലീസിന്റെ പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമിക തെളിവെടുപ്പ് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതിൽ നടിയെ സിദ്ദീഖ് ഉപദ്രവിച്ച അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത ആ ഒരു ദിവസം തന്നെ മസ്കറ്റ് ഹോട്ടലിലെ ഒരു ജീവനക്കാരിയെയും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ജീവനക്കാരിയെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ആ പോലീസ് കടന്നിരിക്കുന്നത്. ആ ജീവനക്കാരി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി ആ സ്ത്രീയുടേതായിരിക്കും, ആ ജോലിക്കാരിയുടേതായിരിക്കും എന്നുള്ളതാണ്. ഈ യുവതിയെ അല്ലെങ്കിൽ നടിയെ ബലാത്സംഗം ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ഈ നടി കണ്ടിരിക്കാം. ആ ഒരു ഘട്ടത്തിലായിരിക്കാം ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയത്, സിദ്ദീഖ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ് മൊഴിയായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ ഈ ജോലിക്കാരിയുടെയും മൊഴി നിർണായകമാണ്. അത്തരത്തിലൊരു ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ബലാത്സംഗം നേരിട്ടോ എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി ഈ സാക്ഷിമൊഴിയായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഈ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ ജോലിക്കാരിയെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് 164 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമെന്നുള്ളതാണ് ഈ നടിയുടെ. ഇന്നലെ തന്നെ തിരുവനന്തപുരം CJMന് ഒരു അപേക്ഷ നൽകിയിരുന്നു ഒരു വനിതാ ജഡ്ജിയെ ഇതിനുവേണ്ടി നിയോഗിക്കണമെന്നുള്ളത്. പക്ഷേ നിലവിൽ ഇതുവരെയും ആ ഒരു വനിതാ ജഡ്ജിയെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ, അതായത് ഉച്ചയ്ക്ക് ശേഷത്തോടു കൂടി തന്നെ ആ വനിതാ ജഡ്ജിയെ തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ ആ വനിതാ ജഡ്ജി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നു. എന്തായാലും പ്രാഥമിക ഘട്ടം കടന്നിരിക്കുന്നു പോലീസ്. നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതീവ രഹസ്യമായി തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം, ജാഗ്രത കൈവിടരുത് എന്നുള്ള ഒരു നിർദ്ദേശം അന്വേഷണ സംഘത്തിനും പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള വിവരങ്ങളും ഒന്നും തന്നെ പുറത്തു പോകരുത് എന്നുള്ള ഒരു ഘട്ടം അവർ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ പോലും നിർണായകമായിട്ടുള്ള ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സിദ്ദീഖിനെതിരെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നു. പ്രാഥമിക വിവരങ്ങളിൽ തന്നെ കൃത്യമായി തന്നെ സിദ്ദീഖിനെതിരായിട്ടുള്ള സാഹചര്യ തെളിവുകളാണ് പോലീസിന് ലഭ്യമാകുന്നത്. ഈ യുവനടി നൽകിയ മൊഴിയിൽ പറഞ്ഞതായി കേട്ടത് ഈ മാസ്കറ്റ് ഹോട്ടലിലെ ജീവനക്കാരികളോടും സിദ്ദീഖ് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2016 സംഭവമാണ്. അന്നുണ്ടായിരുന്ന ജീവനക്കാരികൾ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അവരുടെ സാക്ഷിമൊഴികളടക്കം ഇപ്പോൾ ഈ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടോ, അതോ അത് അടുത്ത ഘട്ടത്തിലാണോ എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്.